സുഹൃത്തുക്കളെ, നിങ്ങൾ ദിവസവും പലതവണ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാറുണ്ട്. മുടി ചീകാനോ മുഖമൊന്നു മിനുക്കാനോ ഒക്കെ ആവാമത്. എന്നാൽ ആ കണ്ണാടിക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നിങ്ങൾ കാണുന്ന ആ കണ്ണാടി നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള ഒരു നേരിട്ടുള്ള കവാടമാണ്. ലോക പ്രശസ്തരായ പല വിജയികളും രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു വിദ്യയുണ്ട്, ദ മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ പുറമോടി മാത്രമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ അപാരമായ കഴിവുകളെയായിരിക്കും. പണമോ സ്നേഹബന്ധങ്ങളോ ആരോഗ്യമോ എന്തുമാകട്ടെ, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ കമാൻഡ് മതി നിങ്ങളുടെ തലവിധി മാറാൻ. ഈ വിദ്യ എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്നും ഇതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞു തരാം. നമസ്കാരം, മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ നമ്മളെ തന്നെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒന്നാണ് മിറർ ടെക്നിക്. പലപ്പോഴും നമ്മൾ ലോകത്തോട് മൊത്തം സംസാരിക്കാറുണ്ട്, മറ്റുള്ളവരെ അഭിനന്ദിക്കാറുണ്ട്. എന്നാൽ എന്നെങ്കിലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? സത്യത്തിൽ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനം സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കുക എന്നതാണ്. നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അവിടെയാണ് മിറർ വർക്കിന്റെ പ്രസക്തി. ഈ വീഡിയോയിൽ നമ്മൾ വെറുമൊരു ടെക്നിക് മാത്രമല്ല പഠിക്കുന്നത്, മറിച്ച് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു യാത്രയാണിത്. ഈ അത്ഭുത വിദ്യയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും മികച്ചതാക്കാൻ സഹായിക്കുന്ന അറിവുകൾ പങ്കുവെക്കുന്ന നമ്മുടെ ഈ ചാനൽ മാസ്റ്റർ മൈൻഡ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു പിന്തുണയാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനമാകുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്നും കണ്ണാടി എന്ന ഉപകരണം ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിനെ ഹാക്ക് ചെയ്യാം എന്നും നമുക്ക് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം അനുഭവിച്ചു തുടങ്ങാം. പലരും വിചാരിക്കുന്നത് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നത് വെറുമൊരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ തമാശയോ ആണെന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണാടി ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1. മിറർ ന്യൂറോണുകൾ. നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോണുകൾ എന്ന പ്രത്യേക കോശങ്ങളുണ്ട്. നമ്മൾ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കി ഒരു ഭാവം പ്രകടിപ്പിക്കുമ്പോഴോ ഈ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നീ കരുത്തനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അത് വെറുമൊരു വാക്കായല്ല സ്വീകരിക്കുന്നത്. പകരം ആ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന സന്ദേശമാണ് സിനാപ്സുകൾ വഴി കൈമാറുന്നത്. 2. ഐ ടു ഐ കോണ്ടാക്ട്. മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും ഇടയിലുള്ള മതിൽ പതുക്കെ ഇല്ലാതാകുന്നു. ഇത് മനഃശാസ്ത്രപരമായി സെൽഫ് വാലിഡേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ നേരിട്ട് അഭിമുഖീകരിക്കുമ്പോൾ നുണ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന അഫർമേഷനുകൾക്ക് ഇരട്ടി ശക്തി ലഭിക്കുന്നു. 3. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ മസ്തിഷ്കത്തിന് എപ്പോൾ വേണമെങ്കിലും മാറാൻ കഴിയും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ദിവസവും കണ്ണാടിയിൽ നോക്കി പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ പഴയ നെഗറ്റീവ് ചിന്താഗതികളുടെ പാതകൾ മായുകയും പുതിയ ആത്മവിശ്വാസത്തിന്റെ പാതകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, കണ്ണാടി നിങ്ങളെ സംബന്ധിച്ച് വെറുമൊരു പ്രതിബിംബമല്ല. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് ഡാറ്റ അയക്കുന്ന ഒരു ട്രാൻസ്മിറ്ററാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ സങ്കടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. എന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തലച്ചോർ ആ വിജയത്തിനായുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കി സ്വന്തം കണ്ണുകളിലേക്ക് 1 മിനിറ്റ് തുടർച്ചയായി നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ എന്തു തോന്നി? അത് താഴെ കമന്റ് ചെയ്യൂ. അത്ഭുതകരമായ ചില അനുഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പ്രായോഗികമായ വശങ്ങളിലേക്ക് കടക്കാം. ഇത് വെറുതെ കണ്ണാടിയിൽ നോക്കി നിൽക്കലല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നടത്തുന്ന ഒരു ഡയറക്റ്റ് മീറ്റിംഗ് ആണ്. ഈ 4 ഘട്ടങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഘട്ടം 1. ശരിയായ സമയവും സാഹചര്യവും. ഈ വിദ്യ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയാണ്. കാരണം ആ സമയത്ത് നിങ്ങളുടെ മസ്തിഷ്കം ആൽഫ സ്റ്റേറ്റിലായിരിക്കും. മറ്റാരും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കൃത്യമായ വെളിച്ചമുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ വ്യക്തമായി കാണണം. ശാന്തമായി ഒന്ന് ശ്വസിക്കുക, എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കുക. ഘട്ടം 2. കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുക. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ മുഖത്തെ കുറവുകളിലേക്കോ വസ്ത്രത്തിലേക്കോ നോക്കരുത്. പകരം നിങ്ങളുടെ കണ്ണുകളിലെ കൃഷ്ണമണികളിലേക്ക് തന്നെ ആഴത്തിൽ നോക്കുക. ആദ്യം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പേടിയോ അപരിചിതത്വമോ തോന്നാം. ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞേക്കാം, അല്ലെങ്കിൽ ചിരി വന്നേക്കാം. എന്തുതന്നെ ആയാലും കണ്ണെടുക്കരുത്. കുറഞ്ഞത് 1 മിനിറ്റ് സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുക. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ്. ഘട്ടം 3. പേര് വിളിച്ച് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്.
പക്ഷെ ഞാനെന്നല്ല പറയേണ്ടത്, നിങ്ങളുടെ പേര് വിളിച്ച് വേണം സംസാരിക്കാൻ. കണ്ണാടിയിൽ നോക്കി പറയുക, അർജുൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് ഓടുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കുന്ന നിമിഷം പ്രപഞ്ചം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നീ കരുത്തനാണ്, നിനക്കിത് സാധിക്കും എന്ന് നിങ്ങളുടെ പേര് വിളിച്ച് പറയുക. ഘട്ടം 4, വിജയത്തിന്റെ പ്രഖ്യാപനം. ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് കണ്ണാടിയോട് പറയുക. ഒരു പുതിയ വീടാണോ, ജോലിയാണോ, പണമാണോ? അത് നടന്നു കഴിഞ്ഞു എന്ന ഉറപ്പോടെ പറയുക. അർജുൻ, നീ ഇപ്പോൾ ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നു. നിന്റെ ബിസിനസ് വൻ വിജയമായി മാറിയിരിക്കുന്നു. പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വിജയിയുടെ ഭാവം നിങ്ങളുടെ മുഖത്ത് വരുന്നതുവരെ ഇത് ആവർത്തിക്കുക. ആ മാറ്റം കണ്ണാടിയിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് സത്യമായി വിശ്വസിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ മിറർ ടെക്നിക് 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ പറയുന്നത്? വെറുമൊരു കൗതുകത്തിനല്ല ഇത്. ഇതിന് പിന്നിൽ ന്യൂറോ സയൻസ് ഉണ്ട്. നമ്മുടെ തലച്ചോറിൽ ഓരോ ചിന്തയ്ക്കും ഓരോ പാതകളുണ്ട്. വർഷങ്ങളായി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നത് എനിക്കിതിന് കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നാണെങ്കിൽ ആ ചിന്തകളുടെ പാതകൾ നിങ്ങളുടെ തലച്ചോറിൽ വളരെ ശക്തമായിരിക്കും. ഒരു കാട്ടുപാതയിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെയാണത്. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഒരു പഴയ ശീലം മാറ്റി പുതിയൊരു ശീലം നമ്മുടെ തലച്ചോറിൽ ഉറപ്പിക്കാൻ കുറഞ്ഞത് 21 ദിവസമെങ്കിലും വേണമെന്നാണ്. ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നീ വിജയിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സത് വിശ്വസിക്കില്ല. എന്നാൽ 21 ദിവസം ഇത് ആവർത്തിക്കുമ്പോൾ പഴയ നെഗറ്റീവ് പാതകൾ മായുകയും നിങ്ങളുടെ തലച്ചോറിൽ ആത്മവിശ്വാസത്തിന്റെ പുതിയ പാതകൾ രൂപപ്പെടുകയും ചെയ്യും. ഇത് വെറുമൊരു ടെക്നിക്കല്ല, നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ റീവയറിംഗ് ചെയ്യുകയാണ്. അടുത്തത് ലിപ് സിങ്ക് ടെക്നിക്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മനസ്സിൽ വിചാരിച്ചാൽ പോരെ, എന്തിനാണ് ഉച്ചത്തിൽ പറയുന്നത്? സുഹൃത്തുക്കളെ, ഇതിനെയാണ് ലിപ് സിങ്ക് ടെക്നിക് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ അത് ഒരു ചിന്ത മാത്രമാണ്. എന്നാൽ അത് ശബ്ദമായി പുറത്തേക്ക് വരുമ്പോൾ അതൊരു വൈബ്രേഷനായി മാറുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വൈബ്രേഷനുകളാണ്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കാതുകൾ അത് കേൾക്കുന്നു. ആ ശബ്ദ തരംഗങ്ങൾ നിങ്ങളുടെ തലച്ചോറിലെ ഉപബോധ മനസ്സിലേക്ക് ഇരട്ടി വേഗത്തിൽ സന്ദേശങ്ങൾ എത്തിക്കുന്നു. സ്വന്തം ശബ്ദത്തോട് നമുക്കൊരു പ്രത്യേക വിശ്വാസമുണ്ട്. അതുകൊണ്ട് മിറർ ടെക്നിക് ചെയ്യുമ്പോൾ ചുണ്ടുകൾ അനക്കി ആത്മവിശ്വാസത്തോടെ വാക്കുകൾ പുറത്തേക്ക് പറയുക. നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കട്ടെ. 3, ഇമോഷണൽ റിലീസ്. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാം. സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ നിന്ന് വരാം. ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് വളരെ നല്ലൊരു ലക്ഷണമാണ്. ഇതിനെയാണ് ഇമോഷണൽ റിലീസ് എന്ന് വിളിക്കുന്നത്. വർഷങ്ങളായി നിങ്ങൾ ഉള്ളിൽ അടിച്ചമർത്തി വെച്ചിരുന്ന സങ്കടങ്ങളും സ്വയം കുറ്റപ്പെടുത്തലുകളും പുറത്തേക്ക് പോകുന്നതിന്റെ അടയാളമാണിത്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയുക, അത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ആ കണ്ണുനീർ തുടച്ചു മാറ്റി വീണ്ടും പുഞ്ചിരിയോടെ കണ്ണാടിയിലേക്ക് നോക്കുക. സുഹൃത്തുക്കളെ, മിറർ ടെക്നിക്കിന്റെ സ്റ്റെപ്പുകൾ വിശദീകരിക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ അഭിനന്ദിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ. മറ്റുള്ളവർ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും നമ്മൾ അവരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കാറുണ്ട്. പക്ഷേ ഇത്രയും കാലം ഇത്രയേറെ പ്രതിസന്ധികളെ അതിജീവിച്ച് തളരാതെ മുന്നോട്ട് വന്ന നിങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും അഭിനന്ദിച്ചിട്ടുണ്ടോ? കണ്ണാടിയിൽ നോക്കി നീ ഒരു സൂപ്പർ ഹീറോയാണ് എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മളോട് ഏറ്റവും വലിയ വിമർശകരാണ്. എന്നാൽ ഇന്നത് മാറണം. നിങ്ങൾ ഇതുവരെ സ്വയം അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ യെസ് ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കമന്റ് നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള സമ്മതപത്രമാണ്. മിറർ ടെക്നിക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഞാനിത് ചെയ്തിട്ടും എനിക്ക് ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന്. അതിന്റെ കാരണം നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ്. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, വികാരമില്ലാതെ യന്ത്രത്തെ പോലെ സംസാരിക്കുക. ഏറ്റവും വലിയ തെറ്റാണിത്. കണ്ണാടിയിൽ നോക്കി വെറുതെ കുറച്ച് വാചകങ്ങൾ ഉരുവിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കണം. ഞാൻ വിജയിയാണ് എന്ന് പറയുമ്പോൾ ഒരു വിജയിയുടെ ആവേശം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. വികാരമില്ലാത്ത വാക്കുകൾ ഉപബോധ മനസ്സ് സ്വീകരിക്കില്ല. 2, നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. പലരും പറയാറുണ്ട്, എനിക്കിനി കടബാധ്യതകൾ ഉണ്ടാവില്ല എന്ന്. ഇവിടെ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കുന്നത് കടബാധ്യത എന്ന വാക്കിനെയാണ്. പകരം ഞാൻ സാമ്പത്തികമായി സമൃദ്ധിയിലാണ് എന്ന് പോസിറ്റീവായി പറയുക. നിങ്ങൾ എന്തിനെയാണോ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് മിണ്ടരുത്. എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. 3, കണ്ണാടിയിൽ സ്വന്തം കുറവുകൾ തിരയുക. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ കണ്ണുകളിലായിരിക്കണം. എന്നാൽ പലരും സ്വന്തം മുഖത്തെ കുരുക്കളോ കറുത്ത പാടുകളോ മുടി കൊഴിഞ്ഞതോ ഒക്കെ നോക്കി സങ്കടപ്പെടും. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുകയുള്ളൂ. കുറവുകളെ അവഗണിക്കുക, ഉള്ളിലെ ശക്തിയെ മാത്രം നോക്കുക. 4, അക്ഷമ. പെട്ടെന്ന് ഫലം പ്രതീക്ഷിക്കുക. ഒരു ദിവസം കണ്ണാടിയിൽ നോക്കി സംസാരിച്ചാൽ അടുത്ത ദിവസം കോടീശ്വരനാകുമെന്ന് കരുതരുത്. ഇത് നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന പ്രക്രിയയാണ്. വർഷങ്ങളായി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള
നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ പറയുന്നത്. പകുതി വഴിയിൽ നിർത്തുന്നത് ഫലം ഇല്ലാതാക്കും. 5. മറ്റൊരാൾ കാണുമോ എന്ന പേടി. മറ്റാരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുമോ എന്ന് പേടിച്ച് പതുക്കെ സംസാരിക്കുകയോ പാതി മനസ്സോടെ ചെയ്യുകയോ ചെയ്യരുത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും ഇടയിലുള്ള കാര്യമാണ്. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആരെയും ഭയക്കാതെ നിങ്ങളോട് സംസാരിക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് തന്നെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നാണ്. കണ്ണാടി എന്ന ഉപകരണം ഉപയോഗിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ മാറ്റാമെന്നും നിങ്ങളിലെ ആത്മവിശ്വാസം എങ്ങനെ ഉണർത്താമെന്നും നമ്മൾ ഇന്ന് വിശദമായി കണ്ടു. ഇത് വെറുമൊരു അറിവായി മാത്രം മാറ്റിവെക്കരുത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ പേര് വിളിച്ച് ആ 3 മാന്ത്രിക വാചകങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അവിടെ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒരുപാട് സമയം ചെലവാക്കാറുണ്ട്. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന നിമിഷം ഈ ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അതാണ് മിറർ മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ ഈ ചാനൽ മാസ്റ്റർ മൈൻഡ് മലയാളമിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും വളർത്തുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലുള്ള പവർഫുൾ ആയ വീഡിയോകൾ കൂടുതൽ ആഴത്തിൽ റിസർച്ച് ചെയ്ത് അവതരിപ്പിക്കാൻ എനിക്ക് വലിയൊരു പ്രചോദനമാണ്. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലിയിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്ന അടുത്ത വിദ്യകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. നിങ്ങൾ ഈ 21 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ 21 ഡേയ്സ് ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വ്യക്തിപരമായി വായിക്കാറുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഊർജ്ജമാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അവരുടെ ജീവിതം മാറിമറിയാൻ ഈ ഒരു വീഡിയോ കാരണമായേക്കാം. മറ്റുള്ളവരിലേക്ക് നല്ല അറിവുകൾ പകർന്നു നൽകുന്നത് തന്നെ ഒരു വലിയ മാനിഫെസ്റ്റേഷനാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുത വിദ്യയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തിക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നന്ദി, നമസ്കാരം.